സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ സെക്ഷൻ സി ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ സി. 26ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പോഡ്സ്? പോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമുക്കതിന് നിർവചനം പറയാം. പോഡ്സ് എന്നാൽ പ്ലെയിൻ ഓൾഡ് ടെലിഫോൺ സർവീസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ചെമ്പ് ട്വിസ്റ്റഡ് പെയർ വയറുകളിലൂടെ നടപ്പിലാക്കിയിരുന്ന പരമ്പരാഗത അനലോഗ് വോയിസ് ട്രാൻസ്മിഷൻ ടെലിഫോൺ സിസ്റ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ: അനലോഗ് സിഗ്നലുകൾ ഓഡിയോയെ ഡാറ്റ പാക്കുകളാക്കി മാറ്റുന്ന ഡിജിറ്റൽ അല്ലെങ്കിൽ വോൾപ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോപ്പർ ലൈനുകളിലൂടെ തുടർച്ചയായി ഇലക്ട്രിക് സിഗ്നലുകളെ വോയിസ് സിഗ്നലുകളായി മാറ്റുന്നു. സർക്യൂട്ട് സ്വിച്ചിങ് മറ്റൊരു സവിശേഷതയാണ്. സർക്യൂട്ട് സ്വിച്ചിങ് കോളിൻ്റെ മുഴുവൻ സമയത്തും രണ്ട് എൻഡ് പോയിൻറ്റുകൾക്കിടയിൽ ഒരു സമർപ്പിതവും ഭൗതികവുമായ കണക്ഷൻ സ്ഥാപിക്കുന്നു. വിശ്വാസ്യത വൈദ്യുതി തടസ്സ സമയത്ത് ഉയർന്ന വിശ്വാസ്യത കാരണം അനലോഗ് ലൈനുകൾ സാധാരണയായി ടെലിഫോൺ കമ്പനിയുടെ സെൻട്രൽ ഓഫീസ് ബാറ്ററി വഴി നേരിട്ട് പവർ ചെയ്യുന്നു. ഇതിന് ഉപയോകൃത ഭാഗത്ത് പ്രാദേശിക വൈദ്യുതി ആവശ്യമില്ല. അടുത്ത സവിശേഷതയാണ് ബാൻഡ് വിഡ്ത്ത് പരിമിതികൾ. പ്രാഥമിക മനുഷ്യ സംഭാഷണ ആവൃത്തികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സാധാരണയായി 300 മുതൽ 3400 ഹെർട്സ് വരെ. ഇത് ഡാറ്റ ട്രാൻസ്മിഷൻ വേഗത പരിമിതപ്പെടുത്തുന്നു. അടുത്തത് ടെലികമ്മ്യൂണിക്കേഷൻ പ്രാധാന്യമാണ്. ആഗോള ടെലികമ്മ്യൂണിക്കേഷനുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോഡ് സ്ഥാപിച്ചു. ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, മൊബൈൽ സെല്ലുലാർ സിസ്റ്റങ്ങൾ, ഉപഭോക്തൃ ഇൻ്റർനെറ്റിനുള്ള ഫൈബർ ഒപ്റ്റിക് ബ്രോഡ്ബാൻഡ് എന്നിവയിൽ വലിയ തോതിൽ മറികടക്കപ്പെട്ട പോഡ്സ് ലൈനുകൾ, ഫാക്സ് മെഷീനുകൾ, എലിവേറ്റർ എമർജൻസി ഫോണുകൾ, അലാറം സിസ്റ്റങ്ങൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അവയുടെ അചഞ്ചലമായ വിശ്വാസ്യത കാരണം അത്യന്താപേക്ഷിതമായി തുടരുന്നു. 27ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട്. ഒരു വാർത്താ റിപ്പോർട്ടിൻ്റെ വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. ആൻസർ പറയാം. എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ടിലെ വേരിയസ് കമ്പോണൻ്റ് എന്ന് പറയാം? ഇപ്പോൾ നിർവചനമായിട്ട് നമുക്ക് പറയാം. ഒരു സ്റ്റാൻഡേർഡ് വാർത്താ റിപ്പോർട്ട് വിവരങ്ങൾ വേഗത്തിലും കൃത്യമായും യുക്തിസഹമായും എത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിർദ്ദിഷ്ട ഘടനാപരമായ ഘടകങ്ങളെ പിന്തുടരുന്നു. പലപ്പോഴും വിപരീത പിരമിഡ് ഘടന ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മുകളിൽ സ്ഥാപിക്കുന്നു. പ്രധാന ഘടകങ്ങൾ: തലക്കെട്ട്, വാർത്താകഥയുടെ തലക്കെട്ട്. ഇത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. പ്രധാന സംഭവത്തെ സംഗ്രഹിക്കുന്നു, വായനക്കാരനെ തുടരാൻ ക്ഷണിക്കുന്നു. തീയതി രേഖ, സ്ഥലം, അതായത് നഗരം, പട്ടണം. ചിലപ്പോൾ വാർത്താ കഥ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ്, ഉദാഹരണം ന്യൂഡൽഹി, എന്നിവ വ്യക്തമാക്കുന്നു. ബൈലൈൻ, കഥ എഴുതിയ പത്രപ്രവർത്തകൻ്റെയോ റിപ്പോർട്ടറുടെയോ പേരും പ്രൊഫഷണൽ തലക്കെട്ടും. പ്രസിദ്ധീകരണം, ലീഡ് അല്ലെങ്കിൽ ലിഡ്. റിപ്പോർട്ടിൻ്റെ പ്രാരംഭവാക്യം അല്ലെങ്കിൽ ഖണ്ഡിക. കഥയിലെ ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ: ആരാണ്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നതിന് ഉത്തരം നൽകുക. സംഗ്രഹിച്ച് വായനക്കാരനെ ഉടനടി ആകർഷിപ്പിക്കുന്നു. ബോഡി ഖണ്ഡികകൾ, പശ്ചാത്തല സന്ദർഭം പിന്തുണയ്ക്കുന്ന വിശദാംശങ്ങൾ, കലാക്രമണ വിശദീകരണങ്ങൾ, ആഴത്തിലുള്ള വിശകലനം എന്നിവ നൽകി ലീഡ് വികസിപ്പിക്കുക. ഉദ്ധരണികളും ആട്രിബ്യൂഷനുകളും. ദൃക്സാക്ഷികളിൽ നിന്നും, വിദഗ്ധരിൽ നിന്നും, ഉദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ പങ്കാളികളിൽ നിന്നുമുള്ള നേരിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ പാരാഫ്രേസുകൾ. വിശ്വാസ്യതയും ഉത്തരവാദിത്വം ഉറപ്പിക്കാൻ ആട്രിബ്യൂഷനുകൾ ഉദാഹരണമായി ഉറവിടം വ്യക്തമായി പ്രസ്താവിക്കുന്നു. അടുത്തത് വാലാണ്, അവസാനം. റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൻ്റെ ചെറിയ വിശദാംശങ്ങൾ, ദ്വിതീയ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ഭാവി പ്രത്യാഘാതങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമാപന വിഭാഗം. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻ്റർവ്യൂ? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്. ഒരു അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത തരം അഭിമുഖങ്ങൾ വിശദീകരിക്കുക. ആൻസർ, നിർവചനമാണ് പറയാൻ പോകുന്നത്. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഘടനാപരവും ഉദ്ദേശപൂർണമായ സംഭാഷണമാണ് അഭിമുഖം. അവിടെ ഒരു കക്ഷി
മറ്റൊരു കക്ഷിയിൽ നിന്ന് വിവരങ്ങൾ, അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ നേടുന്നതിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പത്രപ്രവർത്തനത്തിലും ഗവേഷണത്തിലും വസ്തുതാപരമായ ഡാറ്റയും മനുഷ്യ കാഴ്ചപ്പാടുകളും ശേഖരിക്കുന്നതിനുള്ള ഒരു പ്രാഥമിക ഉപകരണമാണിത്. ഇനി അഭിമുഖങ്ങളുടെ ടൈപ്സ് ആണ് പറയുന്നത്. ഇൻ്റർവ്യൂസ് ടൈപ്സ്. ഘടനാപരമായ അഭിമുഖം. ഒരു നിശ്ചിത ക്രമത്തിൽ കർശനവും മുൻകൂട്ടി നിശ്ചിതവുമായ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുടെ ഒരു കൂട്ടം പിന്തുടരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് സ്ഥിരത, താരതമ്യ പഠനങ്ങൾ അല്ലെങ്കിൽ ഔപചാരിക സർവേകൾ ഉപയോഗപ്രദമാണ്. ഈ ഘടനാരഹിത അഭിമുഖം. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ചോദ്യങ്ങളില്ലാത്ത ഒരു അനൗപചാരികവും തുറന്നതുമായ സംഭാഷണത്തിന് സമാനമാണ്. അഭിമുഖം നടത്തുന്നയാളുടെ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി ദിശ ജൈവികമായി വികസിക്കുന്നു. ഇത് ആഴത്തിലുള്ള പ്രൊഫൈൽ സവിശേഷതകൾക്കോ പര്യവേഷണ കഥപറച്ചിലോ അനുയോജ്യമാക്കുന്നു. അടുത്ത സെമി സ്ട്രക്ചേർഡ് അഭിമുഖം. സംഭാഷണം എങ്ങനെ വികസിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് തുടർ അന്വേഷണ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വഴക്കത്തോടു കൂടിയ കോർ ചോദ്യങ്ങളുടെ ഒരു ചട്ടക്കൂടിനെ സംയോജിപ്പിക്കുന്നു. പത്രപ്രവർത്തകരും ഗുണപരമായ ഗവേഷകരും വ്യാപകമായി ഉപയോഗിക്കുന്നു. അടുത്തത് വിവരദായക വാർത്താ അഭിമുഖം. ബ്രേക്കിംഗ് ന്യൂസുകളെക്കുറിച്ചോ പൊതുതാൽപര്യ വിഷയങ്ങളെക്കുറിച്ചോ വസ്തുതകൾ, സന്ദർഭം അല്ലെങ്കിൽ ഔദ്യോഗിക നിലപാടുകൾ ശേഖരിക്കുന്നതിന് വിദഗ്ധർ, ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി നടത്തുന്നു. അടുത്ത വ്യക്തിത്വം പ്രൊഫൈൽ അഭിമുഖം. ഒരു പ്രത്യേക വ്യക്തിയിൽ, അതായത് ഒരു കലാകാരൻ, രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ നേട്ടക്കാരൻ പോലുള്ള അവരുടെ ജീവചരിത്രം, മാനസികാവസ്ഥ, കരിയർ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നു. അടുത്ത ജോലി തൊഴിൽ അഭിമുഖം. ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതകൾ, കഴിവുകൾ, ഒരു സ്ഥാനത്തേക്ക് സാംസ്കാരിക അനുയോജ്യത എന്നിവ വിലയിരുത്തുന്നതിന് തൊഴിലുടമകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഫഷണൽ വിലയിരുത്തൽ. 29ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ ഹൈപ്പർലിങ്ക്സ് ആൻഡ് ആട്രിബ്യൂഷൻ enable readers to access additional contexts, sources and references related to a news story. ഹൈപ്പർലിങ്കുകളും ആട്രിബ്യൂഷനുകളും വായനക്കാർക്ക് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അധിക സന്ദർഭം, ഉറവിടങ്ങൾ, റെഫറൻസുകൾ എന്നിവയിലേക്ക് എങ്ങനെ പ്രവേശനം നൽകുന്നു എന്ന് വിശദീകരിക്കുക. നമുക്ക് നോക്കാം. ഡിജിറ്റൽ ജേർണലിസത്തിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കത്തെ ബാഹ്യ തെളിവുകളുമായും വിശാലമായ സന്ദർഭവുമായും ബന്ധിപ്പിക്കുന്നതിലൂടെ സുതാര്യത, സ്ഥിരീകരണക്ഷമത, വായനക്കാരുമായി കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സംവിധാനങ്ങളായി ഹൈപ്പർ ലിങ്കുകളും ആട്രിബ്യൂഷനുകളും പ്രവർത്തിക്കുന്നു. സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും. ഹൈപ്പർ ലിങ്കുകൾ അഥവാ നാവിഗേഷൻ ബ്രിഡ്ജുകൾ, നേരിട്ടുള്ള ഉറവിട ആക്സസ്, യഥാർത്ഥ രേഖകളിലേക്ക് നേരിട്ട് വാചകം ഹൈപ്പർ ലിങ്കു ചെയ്യൽ, സർക്കാർ ഫയലുകൾ, പോലീസ് റിപ്പോർട്ടുകളിലേക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയ പഠനങ്ങളിലേക്കോ ബന്ധിപ്പിക്കുന്നതിന് അവകാശവാദങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ വായനക്കാരെ സഹായിക്കുന്നു. അടുത്തതാണ് കണ്ടക്ച്വൽ ആർച്ചിവ്സ്, സന്ദർഭോചിതമായ ശേഖരങ്ങൾ. പ്രധാന വാക്കുകളോ പേരുകളോ മുൻകാല വാർത്തകളിലേക്കോ പശ്ചാത്തല വിവരങ്ങളിലേക്കോ ലിങ്ക് ചെയ്യുന്നത് നിലവിലെ വാർത്തയുടെ വ്യത്യസ്തത കുറയ്ക്കാതെ തന്നെ ആവശ്യമായ ചരിത്രപരമായ പശ്ചാത്തലം വായനക്കാർക്ക് തൽക്ഷണം ലഭ്യമാക്കുന്നു. അടുത്തതാണ് ഇൻട്രാക്ടിവിറ്റി, സംവാദാത്മകത. വായനക്കാർക്ക് തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അനുബന്ധ വിഷയങ്ങളോ മൾട്ടിമീഡിയ ഘടകങ്ങളോ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്വതന്ത്രമായ വായനാനുഭവം ഇത് നൽകുന്നു. അടുത്തതാണ് ആട്രിബ്യൂഷൻസ്, ഉറവിടത്തിൻ്റെ സുതാര്യത. വിവരങ്ങളുടെ ഉറവിടങ്ങൾ വ്യക്തമായി പേരെടുത്ത് പറയുന്നത്. ഉദാഹരണത്തിന് ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവന പ്രകാരം ഈ വിവരങ്ങൾ നൽകിയത് ആരാണെന്നും ഇതിന് അവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും വായനക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു. അടുത്തതാണ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. സ്വീകരിക്കുന്ന ഉറവിടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രസിദ്ധീകരണത്തിന് നൽകുന്നതിലൂടെയും തെറ്റായ വിവരണങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിലൂടെയും ഇത് മാധ്യമ പ്രവർത്തകൻ്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പുവരുത്തുന്നു. അടുത്തതാണ് വേരിഫിക്കേഷൻ ചെയിൻ, സ്ഥിരീകരണ ശൃംഖല. ഹൈപ്പർ ലിങ്കുകളുമായി കൈകോർത്ത് പ്രവർത്തിച്ചുകൊണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വിവരങ്ങൾക്ക് പിന്നിലെ ഔദ്യോഗികതയും അതോറിറ്റിയും കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ ലിഖിത സൂചനകൾ ഇത് നൽകുന്നു. ഈ 30ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ contempt of courts? Contempt of courts. What are the two types of contempt of courts? കോടതിയെ ലക്ഷ്യം എന്താണ്? കോടതിയെ ലക്ഷ്യം 2 തരം എന്താണ്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം.
കോടതി ലക്ഷ്യം എന്നത് ഒരു കോടതിയെയും അതിൻ്റെ ഉദ്യോഗസ്ഥരെയും അനുസരിക്കാതിരിക്കുകയോ അനാദരവ് കാണിക്കുകയോ മത്സരിക്കുകയോ ചെയ്യുന്ന നിയമപരമായ കുറ്റമാണ്. ഇത് പെരുമാറ്റപരമായോ വാചകപരമായോ നീതിയുടെ അധികാരത്തെയും സമഗ്രതയെയും നടത്തിപ്പിനെയും ദുർബലപ്പെടുത്തുന്നു. 2 തരം അവഹേളനങ്ങൾ. സിവിൽ അവഹേളനം എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ വ്യവഹാരത്തിലോ നടപടിക്രമത്തിലോ പുറപ്പെടുവിച്ചു വെച്ച കോടതി ഉത്തരവ്, വിധി, ഡിക്രി അല്ലെങ്കിൽ നിർദ്ദിഷ്ട നിയമപരമായ ഉത്തരവ് മനഃപൂർവ്വം അനുസരണക്കേട് കാണിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നു. അടുത്ത ഉദ്ദേശം. പ്രാഥമികമായി, നിർബന്ധിതമായി അല്ലെങ്കിൽ പരിഹാരമായി എതിർകക്ഷിയുടെ നേട്ടത്തിനായി ഒരു കോടതി ഉത്തരവ് അനുസരിക്കാൻ ഒരു കക്ഷിയെ നിർബന്ധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉദാഹരണം, കോടതി ഉത്തരവിട്ട കുട്ടികളുടെ പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെടുകയോ ഒരു നിരോധനാജ്ഞ അവഗണിക്കുകയോ ചെയ്യുക. അത് ക്രിമിനൽ അവഹേളനം. നീതി നടപ്പാക്കലിനെ തടസ്സപ്പെടുത്തുന്നതോ ദുർബലപ്പെടുത്തുന്നതോ കോടതിയുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നതോ കോടതി മുറിയിൽ നഗ്നമായ അനാദരവ് പ്രകടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ന്യായമായ വിചാരണയെ മുൻവിധിയോടെ കാണിക്കുന്ന അഭ്യർത്ഥനപരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോ ആയ പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഉദ്ദേശം. ശിക്ഷാർഹമായത്. കോടതിയുടെ അന്തസ്സും അധികാരവും തെളിയിക്കുന്നതിനും ഭാവിയിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ ദുഷ്പ്രവൃത്തികൾ തടയുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉദാഹരണം, കോടതിയിൽ പൊട്ടിത്തെറിക്കുക, ഒരു ജൂറി അംഗത്തിന് കൈക്കൂലി നൽകുക, അല്ലെങ്കിൽ ഒരു ജഡ്ജി നിഷ്പക്ഷതയ്ക്കെതിരെ അപകീർത്തികരമായ അവകാശവാദങ്ങൾ പ്രസിദ്ധീകരിക്കുക. 31ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡ് ഇൻ റേഡിയോ. റേഡിയോയിലെ വ്യത്യസ്ത തരം ലീഡുകൾ വിശദീകരിക്കുക. ആൻസർ. ഒരു റേഡിയോ ലീഡ് എന്നത് ഒരു പ്രക്ഷേപണ വാർത്താ ബുള്ളറ്റിനെ പ്രാരംഭ വാക്യങ്ങളോ ആണ്. റേഡിയോ തത്സമയം ഉപയോഗിക്കുന്ന ഒരു ശ്രവണ മാധ്യമമായതിനാൽ ലീഡ് തൽക്ഷണം ശ്രദ്ധ പിടിച്ചുപറ്റുകയും സംഭാഷണാത്മകമായിരിക്കുകയും ആദ്യ ശ്രവണത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും എളുപ്പമുള്ളതായിരിക്കണം. റേഡിയോ ലീഡുകളുടെ തരങ്ങൾ. ഹാർഡ് ന്യൂസ് ലീഡ്, നേരായ ലീഡ്. കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ആരാണ്, എന്ത്, എവിടെ, എപ്പോൾ നേരിട്ടും സംക്ഷിപ്തമായി സംഗ്രഹിക്കുന്നു. ഒരു ഫ്ലഫ് ഇല്ലാതെ ബ്രേക്കിംഗ്, ഉയർന്ന മുൻഗണനയുള്ള വാർത്തകൾക്ക് അനുയോജ്യം. അടുത്തതാണ് സോഫ്റ്റ് ന്യൂസ് ലീഡ്, ഫീച്ചർ ലീഡ്. പ്രധാന ഹാർഡ് ന്യൂസ് വിശദാംശങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് ഭാരം കുറഞ്ഞ മനുഷ്യ താൽപ്പര്യമുള്ള അല്ലെങ്കിൽ അടിയന്തരമല്ലാത്ത ഒരു കോണിൽ ആരംഭിക്കുന്നു. സാംസ്കാരിക ജീവിതശൈലി അല്ലെങ്കിൽ വിചിത്രമായ കഥകൾക്കായി ഉപയോഗിക്കുന്നു. അടുത്തതാണ് വലിച്ചെറിയുന്ന ലീഡ്, ബ്ലൈൻഡ് ലീഡ്. ജിജ്ഞാസ സൃഷ്ടിക്കുന്നതിനായി ഒരു പ്രത്യേക വിശദാംശമോ പേരോ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നു. തുടർന്ന് അടുത്ത വാക്യത്തിൽ തിരിച്ചറിയൽ ഉടൻ തന്നെ. ഉദാഹരണം, ഇത് ചുരുക്കം ചില രാഷ്ട്രീയക്കാർ ഒരിക്കലും നേടാത്തൊരു ബഹുമതിയാണ്. ഇന്ന് മേയർ. അടുത്തത് പഞ്ചാണ്, സംഗ്രഹ ലീഡ്. നാടകീയമായ ആഘാതത്തിലൂടെ ഞെട്ടിക്കുന്നതോ ഉടനടി ശ്രദ്ധ പിടിച്ചു പറ്റുന്നതോ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഹ്രസ്വവും ശക്തമായ വാചകം. അടുത്ത ചോദ്യ ലീഡ്. ശ്രോതാവിൻ്റെ ഭാവനയിലോ വ്യക്തിപരമായ പ്രസക്തിയിലോ ഏർപ്പെടാൻ നേരിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. അടുത്തതാണ് ഉദ്ധരിക്കപ്പെടാവുന്ന സൗണ്ട് ബൈറ്റ് ലീഡ്. കഥയുടെ നാടകീയ സ്വരം സജ്ജീകരിക്കുന്നതിന് ഒരു പ്രധാന വാർത്താ നിർമ്മാതാവിൽ നിന്ന് നേരിട്ട് ഒരു ആകർഷകമായ ഓഡിയോ ഉദ്ധരണി അല്ലെങ്കിൽ സൗണ്ട് ബൈറ്റ് ഉപയോഗിച്ച് വാർത്താ റിപ്പോർട്ട് തുറക്കുന്നു. അപ്പോൾ നമ്മൾ സെക്ഷൻ സിയിൽ നിന്ന് 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് ആൻസർ ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.